ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ സെക്ട് എക്സാമിൻ്റെ ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും കുറേ കൂടി സമയം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ CCLA റിസൾട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത്തവണ നിങ്ങളുടെ ഫോട്ടോസും ഇവിടെ വരണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. ഏതാണ്? ഹിന്ദി സാഹിത്യക്ക് പത്രപത്രികായം എന്നുള്ള ഒരു ഭാഗം. പിന്നെയോ അനുച്ഛേദ് എന്നുള്ള രാജ്ഭാഷയിലെ കുറച്ച് ഭാഗങ്ങളും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉദൻ മാർത്താൻ കെ സമ്പാദക് കോൻ थे? ഓപ്ഷൻ എ രാജാ ശിവപ്രസാദ് സിതാരെ ഹിന്ദ്, ഓപ്ഷൻ ബി ജുഗൽ കിഷോർ ശുക്ൽ, ഓപ്ഷൻ സി ഭാരതേന്ദു ഹരിശ്ചന്ദ്, ഓപ്ഷൻ ഡി ബാൽ മുകുന്ദ് ഗുപ്ത്. ജുഗൽ കിഷോർ ശുക്ൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, बंगदूत के संपादक कौन थे? ऑप्शन ए राजा लक्ष्मण सिंह, ऑप्शन बी राजाराम मोहन राय एंड ऑप्शन सी प्रताप नारायण मिश्र, ऑप्शन डी ഭാരതേന്ദു ഹരിശ്ചന്ദ്. നമ്മുടെ രാജാറാം മോഹൻ റായ് ആണ് ബംഗദൂത് എന്നുള്ളതിന്റെ സമ്പാദക് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ബനാറസ് അഖ്ബാർ കെ സമ്പാദക് कौन थे? ऑप्शन ए जुगल किशोर शुक्ल, ऑप्शन बी राजा शिवप्रसाद सितारे हिंद, ऑप्शन सी बाल मुकुंद गुप्त एंड ऑप्शन डी बाबू गोपाल चंद. ഓപ്ഷൻ ബി രാജ ശിവപ്രസാദ് സിതാരെ ഹിന്ദ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രജാ ഹിതൗഷി ആരാണ് സമ്പാദക്? ഓപ്ഷൻ എ ബാൽ മുകുന്ദ് ഗുപ്ത്. പ്രജാ ഹിതൗഷി के संपादक कौन थे? ऑप्शन ए बालकृष्ण भट्ट, ऑप्शन बी भारतेंदु हरिश्चंद्र, ऑप्शन सी राजा लक्ष्मण सिंह एंड ऑप्शन डी പ്രതാപ് നാരായൺ മിശ്ര. രാജ ലക്ഷ്മൺ സിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കവിവചൻ സുധ കെ സമ്പാദക് കോൻ थे? ഓപ്ഷൻ എ ബാൽ മുകുന്ദ് ഗുപ്ത്, ഓപ്ഷൻ ബി ഭാരതേന്ദു ഹരിശ്ചന്ദ്, ഓപ്ഷൻ സി മഹാവീർ പ്രസാദ് ദ്വിവേദി ആൻഡ് ഓപ്ഷൻ ഡി ബാലകൃഷ്ണ ഭട്ട്. കവിവചൻ സുധ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ കുറച്ച് പത്രപത്രികായം എന്നുള്ള സെക്ഷനും കൂടി നോക്കാനുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. ഹരിശ്ചന്ദ്ര മാഗസിൻ കെ സമ്പാദക് കോൻ थे? ഓപ്ഷൻ സി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഹരിശ്ചന്ദ്ര മാഗസീനും ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെതാണ്. പിന്നെയോ ബാൽബോധിനി കെ സമ്പാദക് കോൻ थे? ആരാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര തന്നെയാണ്. ബാൽബോധിനി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. നെക്സ്റ്റ് വൺ, आनंद कादम्बिनी के संपादक कौन थे? ऑप्शन ए बालकृष्ण भट्ट, ऑप्शन बी बद्री नारायण चौधरी प्रेमखन, ऑप्शन सी भारतेंदु हरिश्चंद्र एंड ऑप्शन डी महावीर प्रसाद द्विवेदी. आनंद कादम्बिनी प्रेमखन बद्री नारायण चौधरी प्रेमखन ആണ്. नागरी नीरद के संपादक कौन थे? ऑप्शन ए बाल मुकुंद गुप्त, ऑप्शन बी भारतेंदु हरिश्चंद्र, ऑप्शन सी बद्री नारायण चौधरी प्रेमखन ആൻഡ് ഓപ്ഷൻ ഡി ബാലകൃഷ്ണ ഭട്ട്. നാഗരി നീരദ് എന്നുള്ളത് പ്രേംഖന്നിന്റെ തന്നെയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഭാരതേന്ദു പത്രികയ്ക്ക് സമ്പാദക് കോൻ थे? മാറിപ്പോകരുത്. ഭാരതേന്ദു എന്നുള്ളത് ഇവിടെ ഒരു പത്രികയുടെ പേരാണ്. സമ്പാദക് ആരാണ്? ഓപ്ഷൻ എ ബാൽ മുകുന്ദ് ഗുപ്ത്, ഓപ്ഷൻ ബി രാധാചരൺ ഗോസ്വാമി, ഓപ്ഷൻ സി പ്രതാപ് നാരായൺ മിശ്ര ആൻഡ് ഓപ്ഷൻ ഡി മഹാവീർ പ്രസാദ് ദ്വിവേദി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി രാധാചരൺ ഗോസ്വാമി എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ബ്രാഹ്മൺ പത്രികയ്ക്ക് സമ്പാദക് കോൻ थे? ഓപ്ഷൻ എ ബാലകൃഷ്ണ ഭട്ട്, ഓപ്ഷൻ ബി ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി ആൻഡ് ഓപ്ഷൻ സി പ്രതാപ് നാരായൺ മിശ്ര ആൻഡ് ഓപ്ഷൻ ഡി ബാബുറാവ് വിഷ്ണു. ആൻഡ് കറക്റ്റ് ആൻസർ പ്രതാപ് നാരായൺ മിശ്ര എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, समाचार सुधा वर्षन के संपादक कौन थे? ऑप्शन ए जुगल किशोर शुक्ल, ऑप्शन बी श्याम सुंदर सेन, ऑप्शन सी बाल मुकुंद गुप्त ആൻഡ് ഓപ്ഷൻ ഡി മഹാവീർ പ്രസാദ് ദ്വിവേദി. ശ്യാം സുന്ദർ സേൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, നാഗരി പ്രചാരിണി പത്രിക കെ സമ്പാദക് കോൻ थे? ഓപ്ഷൻ എ ഗോപാൽറാം ഗഹ്മരി, ഓപ്ഷൻ ബി വേണി പ്രസാദ്, ഓപ്ഷൻ സി രാധാചരൺ ഗോസ്വാമി, ഓപ്ഷൻ ഡി ബാലകൃഷ്ണ ഭട്ട്. വേണി പ്രസാദ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അനുച്ഛേദ്, രാജ്ഭാഷ എന്നുള്ള ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഹിന്ദി ഭാഷ ഓർ ലിപി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഹിന്ദി ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടത്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഭാരതീയ സംവിധാൻ के किस अनुच्छेद द्वारा संघ की राजभाषा हिंदी और लिपि देवनागरी की घोषणा की गई है? ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. संघ की राजभाषा हिंदी और लिपि देवनागरी अनुच्छेद 342, ऑप्शन बी अनुच्छेद 343, ऑप्शन सी अनुच्छेद 344 and ऑप्शन डी अनुच्छेद 345. ആൻസർ നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് അറിയാം. ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദ് 343 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. नेक्स्ट वन, राजभाषा के संबंध में आयोग और संसद की समिति का उल्लेख निम्नलिखित में से किस अनुच्छेद में है? ഓർത്ത് വയ്ക്കുക, സൻസദ് ഓർ സമിതി എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. സൻസദ് ഓർ സമിതി ഏതാണ്? അനുച്ഛേദ് 342 and option B അനുച്ഛേദ് 343, option C അനുച്ഛേദ് 344 and option D അനുച്ഛേദ് 345. കറക്റ്റ് ആയിട്ടുള്ള അനുച്ഛേദ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അനുച്ഛേദ് 344 ആണ്. സൻസദ് സമിതി ജസ്റ്റ് 4 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത് പോലെ ഓർത്തു വെച്ചാൽ മതി. नेक्स्ट वन, राजभाषा आयोग की सिफारिशों की जांच के लिए संविधान के अनुच्छेद 344 क्लोज 4 के अनुसार एक समिति का गठन किया गया है जिसमें അതിൽ എത്ര ആൾക്കാർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലോക്സഭയിൽ എത്ര, രാജ്യസഭയിൽ എത്ര, അതോ ലോക്സഭയിൽ മാത്രമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓർത്തു വയ്ക്കുക, ഓപ്ഷൻ എ ആണ്. അതായത് ലോക്സഭയിലെ 20 ആൾക്കാരും, മാറിപ്പോകരുത്, ലോക്സഭയിലെ 20 ആൾക്കാരും രാജ്യസഭയിലെ 10 ആൾക്കാരുമാണ് ഉണ്ടാവുക. ഓക്കെ, ലോക്സഭയിലെ 20 പേര്, രാജ്യസഭയിലെ 10 പേര്, അങ്ങനെ ടോട്ടൽ 30 ആൾക്കാരാണ് ഉണ്ടാവുക. नेक्स्ट वन, राजभाषा आयोग की प्रथम बैठक कब हुई? ऑप्शन ए 15 जुलाई 1950, ऑप्शन बी 20 जुलाई 1950 and option C 15 जुलाई 1955 and option D 20 जुलाई 1955. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 15 ജൂലൈ 1955 ആണ്. രാജ്ഭാഷ ആയോഗ് की പ്രഥം ബൈഠക് എന്ന് പറയുന്നത് നടന്ന ഇയർ ഓർത്തു വയ്ക്കുക, മന്ത് ആൻഡ് ഡേറ്റ് മാറിപ്പോയത്. नेक्स्ट वन, राजभाषा आयोग के प्रथम अध्यक्ष कौन थे? ऑप्शन ए बाल गंगाधर खेर, ऑप्शन बी पुरुषोत्तम दास टंडन and option C जवाहरलाल नेहरू and option D C രാജഗോപാൽ ആചാര്യ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ബാൽ ഗംഗാധർ ഖേർ. എക്സാമിനെ BG ഖേർ എന്ന് കൂടി ചോദിക്കാറുണ്ട്. ഓക്കെ, ബാൽ ഗംഗാധർ ഖേർ അഥവാ BG ഖേർ. नेक्स्ट क्वेश्चन, एक राज्य तथा दूसरे राज्य में मध्य तथा राज्य एवं संघ के मध्य संचार की वही भाषा होगी जो उस समय संघ की राजभाषा होगी. इसका उल्लेख है. संचार എന്നുള്ളൊരു വേർഡ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുക. एक राज्य या दूसरे राज्य के बीच संचार എന്നുള്ളൊരു വേർഡ് ഇവിടെ ഫോക്കസ് ചെയ്ത് വെച്ചാൽ മതി. ഓപ്ഷൻ എ അനുച്ഛേദ് 344, ऑप्शन बी अनुच्छेद 345, ऑप्शन सी अनुच्छेद 346 and ऑप्शन डी अनुच्छेद 347. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അനുച്ഛേദ് 346 ആണ്, അനുച്ഛേദ് 346. नेक्स्ट वन, संविधान के अनुच्छेद 347 में उल्लिखित है. ഏതാണ്? ഓപ്ഷൻ എ राजभाषा संबंधी आयोग और समिति, ऑप्शन बी संसद में प्रयोग की जाने वाली भाषा, ऑप्शन सी केंद्र के कर्मचारियों के लिए हिंदी का प्रशिक्षण, ऑप्शन डी किसी राज्य की जनसंख्या के पर्याप्त भाग द्वारा बोली जाने वाली भाषा के संबंध में विशेष उपलब्ध. അപ്പോൾ സെയിം ആൻസർ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രാജ്യക്ക് ജനസംഖ്യ എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ ഓർത്തു വയ്ക്കുക, ജനസംഖ്യ.
नेक्स्ट क्वेश्चन, उच्चतम न्यायालय उच्च न्यायालयों और अधिनियमों विधेयकों आदि के लिए प्रयोग की जाने वाली भाषा का उल्लेख। ऑप्शन ए अनुच्छेद 348, ऑप्शन बी अनुच्छेद 349, ऑप्शन सी अनुच्छेद 350 ആൻഡ് ഓപ്ഷൻ ഡി അനുച്ഛേദ് 351. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഉच्च न्यायालय ഉച്ചതം ന്യായാലയ അനുച്ഛേദ് 348 ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് എന്നുള്ളതാണ് ആ ടേം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. 348 ആണ്. നെക്സ്റ്റ് വൺ, भाषा संबंधी विधियों को अधिनियमित करने के लिए विशेष प्रक्रिया का उल्लेख किस अनुच्छेद में है? ऑप्शन ए अनुच्छेद 347, ऑप्शन बी अनुच्छेद 348, ऑप्शन सी अनुच्छेद 349 ആൻഡ് ഓപ്ഷൻ ഡി അനുച്ഛേദ് 350. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, अनुच्छेद 349. नेक्स्ट वन, संविधान के अनुच्छेद 350 का में निम्नलिखित में से किसका उल्लेख हुआ है? ऑप्शन ए प्राथमिक स्तर पर मातृभाषा में शिक्षा की सुविधाएं, ऑप्शन बी उच्च शिक्षा में हिंदी शोध कार्य में प्रोत्साहन एंड ऑप्शन सी हिंदी की व्यापकता हेतु राजकीय प्रयत्न एंड ऑप्शन डी राजभाषा आयोग और संसद की समिति. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് പ്രാഥമിക് സ്തർ പർ മാതൃഭാഷ മേ ശിക്ഷാ കി സുവിധായേം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രാഥമിക് സ്തർ പർ മാതൃഭാഷ എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. പ്രാഥമിക് സ്തർ പർ മാതൃഭാഷ. അപ്പോൾ സെക്ട് എക്സാമിന് എല്ലാവരും തന്നെ ഈ ഒരു പോർഷൻസ് കൃത്യമായിട്ട് നോക്കുക. മാത്രമല്ല അടുത്ത സെക്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റ് ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും തന്നെ 9746455514 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്തും കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്